ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 8th സ്റ്റേറ്റ് സിലബസിലെ സെക്കൻഡ് ചാപ്റ്ററിലെ ഒരു പോമാണ്. ഓക്കെ, പോമിൻ്റെ പേര് ദ 7 സ്റ്റേജസ് ഓഫ് മാൻ എന്നാണ്. അത് നമ്മൾ ഷേക്സ്പിയർ ആണ് എഴുതിയേക്കുന്നത്. വില്യം ഷേക്സ്പിയർ എന്ന് പറയുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഓക്കെ, നമ്മളെല്ലാവരും ലിറ്ററേച്ചർ പഠിക്കുമ്പോൾ, അതായത് ഇപ്പോഴത്തെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ ഓർമ്മിച്ചുകൊണ്ട് ഇരിക്കേണ്ട ഒരാളാണ്. ഓക്കെ, അപ്പം ഇത് ഷേക്സ്പിയറിൻ്റെ ആസ് യു ലൈക്ക് ഇറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലേ ഉണ്ട്. പ്ലേ വെച്ചാൽ ഡ്രാമ. ഓക്കെ, ആ പ്ലേയിൽ നിന്ന് എടുത്ത ഒരു പാട്ടാണ്. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റാൻസ നമുക്ക് പോയതും വായിക്കാം. ഫസ്റ്റത്തെ സ്റ്റാൻസ: All the world is a stage, and all the men and women merely players. They have their exist and their entrance, and one man in his time plays many parts, his acts being 7 ages. ഓക്കെ, അപ്പം ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ, വേൾഡ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് പോലെയാണ്. ഓക്കെ, സ്റ്റേജ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റേജിൽ എന്താ കാണുക, ഒരു സ്റ്റേജിൽ നമ്മൾ കൂടുതൽ പെർഫോം ചെയ്യുമായിരിക്കും അല്ലേ. അതായത് ഇപ്പം നാടകം അതുപോലെയൊക്കെ നമ്മൾ പെർഫോം ചെയ്യുമായിരിക്കും. അപ്പം നമ്മളെ ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു നാടകം പോലെയാണ്. അതിലെ എല്ലാ മെൻ ആൻഡ് വിമൻ അല്ലേ, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും ഒരു ആക്ടറിനെ പോലെയാണ്. അതിൽ ആ സ്റ്റേജിൽ കളിക്കുന്ന ഒരു ആക്ടറിനെ പോലെ. ഡ്രാമയിൽ ഇപ്പോൾ കുറേ ആക്ടേഴ്സ് ഉണ്ടാവില്ലേ, അതുപോലെയാണ്. ഓക്കെ, അവർക്ക് അവരുടെ എൻട്രൻസ് ഉണ്ടാവും, അവരുടെ എക്സിസ്റ്റ് ഉണ്ടാവും. ഇവിടെ എക്സിസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ മരിക്കുന്നത്, നമ്മൾ ജീവിച്ച് എക്സിസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, നമ്മൾ പുറത്തു പോകുന്നതിനാണ് പറയുക. അപ്പം നമ്മൾ ഈ വേൾഡിൽ നിന്ന് പുറത്തു പോകുന്നത് അല്ലേ, നമ്മളെ മരണമാണ്. എൻട്രൻസ് വെച്ചാൽ നമ്മൾ വരുന്നത് അല്ലേ, നമ്മൾ ജനനമാണ്. അപ്പം നമ്മൾ ജനിക്കുന്നതും ജീവിക്കുന്നതും പിന്നെ മരിക്കുന്നതും അല്ലേ. നമ്മളെല്ലാവരും ഈ ആക്ടേഴ്സിനെ പോലെ നമ്മൾ ജനിക്കും, ജീവിക്കും, മരിക്കും. നമ്മളെ ലൈഫ് ടൈമിൽ ചില ആൾക്കാർക്ക് കുറേ അതുകൊണ്ട് റോൾസൊക്കെ അഭിനയിക്കാൻ പറ്റും, ചില ആൾക്കാർക്ക് കുറച്ച് റോൾസേ അഭിനയിക്കാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മളെന്താ ഒരു 20 വയസ്സാകുമ്പോൾ മരിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും, എന്നാൽ 100ാമത്തെ വയസ്സിലാകുമ്പോൾ മരിച്ചു പോകുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ 20 വയസ്സിൽ മരിച്ചു പോകുന്ന ആൾക്കാർക്ക് എന്തായിരിക്കും റോൾ നമുക്ക് പ്ലേ ചെയ്യാൻ പറ്റുക, ഒരു കുട്ടി അല്ലേ. അത് കഴിഞ്ഞിട്ട് സ്കൂൾ കുട്ടി, ബേബി, സ്കൂൾ കുട്ടി, പിന്നെ കോളേജ് കുട്ടി, അത്ര റോളേ പറ്റുള്ളൂ. പക്ഷേ ഇൻ കേസ് അതൊരു ഓൾഡ് മാൻ ആണെങ്കിൽ അവർക്ക് കുറേ സ്റ്റേജസ് അഭിനയിക്കാം അല്ലേ. അതായത് കുട്ടികളാവാം, അച്ഛന്മാരാവാം അല്ലേ, സഹോദരാവാം, മുത്തശ്ശനാവാം, അതുപോലത്തെ കുറേ റോൾസ് അവർക്ക് അഭിനയിക്കാം. അപ്പം ഇതിൽ പറയുന്നത് ഇങ്ങനെ എൻഡ് വരെ ഉള്ള ആൾക്കാർക്ക് 7 സ്റ്റേജസ് ഓഫ് ലൈഫിൽ അനുഭവിക്കാം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ആ സ്റ്റേജസിനെ കുറിച്ചിട്ടാണ് ഇനി വരുന്ന സ്റ്റാൻസാലൊക്കെ പറയുന്നത്. ഓക്കെ, സെക്കൻഡ് സ്റ്റാൻസ: അറ്റ് ഫസ്റ്റ് ഇൻഫാൻറ്റ് മൂവിങ് ആൻഡ് പൂക്കിങ് ഇൻ ദ നേഴ്സ് ആം. അപ്പം ഫസ്റ്റത്തെ സ്റ്റേജ് എന്താണ്, ഞാൻ പറഞ്ഞില്ല ഒരു സ്റ്റേജ് ഉണ്ടെന്ന്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റേജ് പറയുന്നത് ഇൻഫൻസിയാണ്. ഇൻഫൻസി എന്ന് പറയുമ്പം കുഞ്ഞുണ്ടാകുമ്പോൾ, ഓക്കെ, പിഞ്ചു കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ. അപ്പോൾ കുഞ്ഞുങ്ങൾ നമ്മൾ ജനിച്ച് വരുമ്പോൾ എന്തായിരിക്കും ചെയ്യുക, അവരെപ്പോഴും കരഞ്ഞുകൊണ്ടും ഛർദ്ദിച്ചുകൊണ്ടും ഒക്കെ ആയിരിക്കും അല്ലേ കുട്ടികളുണ്ടാവുക. അതുമാത്രമല്ല അവർക്ക് എപ്പോഴും ആരെങ്കിലും ടേക്ക് കെയർ ചെയ്തുകൊണ്ട് നടക്കണം. അതായത് ഇപ്പം മദറോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ഇപ്പം നേഴ്സ് അല്ലേ, അവർ ബാക്കിയുള്ളവരിങ്ങനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കും. നമ്മളെ പോലെ ഇൻഡിപെൻഡൻ്റ് അല്ല, അവർക്ക് എല്ലാ കാര്യങ്ങളും ആരെങ്കിലും ചെയ്തുകൊണ്ട് കൊടുക്കണം. അപ്പോൾ അതാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത്, ഇൻഫൻസി. ഓക്കെ, അടുത്തത്: ആൻഡ് ദെൻ ദ വൈനിങ് ബോയ് with his satchel and shining morning face creeping like a snail unwilling to school. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേജ് എന്താ വെച്ചാൽ സ്കൂൾ ബോയ് ആണ്. ഓക്കെ, നമ്മൾ ഈ കുട്ടി സ്കൂൾ ബോയ് ആയി. ഓക്കെ, അപ്പം സാച്ചൽ എന്ന് വെച്ചാൽ സ്കൂൾ ബാഗാണ്. ഓക്കെ, നിങ്ങൾ പോയതിൻ്റെ ലാസ്റ്റ് ഒരു ഗ്ലോസറി പോലെ കുറേ ഹാർഡായിട്ടുള്ള വേർഡിൻ്റെ ഒക്കെ മീനിങ് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിക്കേ. സ്കൂൾ ബാഗ് എന്ന് സാച്ചലിനാണ് ഉദ്ദേശിച്ചത്, സ്കൂൾ ബാഗെന്ന്. ഓക്കെ, അപ്പം രാവിലെ എണീക്കുമ്പോൾ എന്തായിരിക്കും, നമുക്ക് നല്ല ഫ്രഷ് ഫേസ് ആയിരിക്കും അല്ലേ. പക്ഷേ നമുക്ക് രാവിലെ എണീച്ച് സ്കൂളിലൊക്കെ, അപ്പോൾ രാവിലെ എണീച്ച് ഫ്രഷ് ഫേസൊക്കെ ഉണ്ടാണെങ്കിലും ഈ കുട്ടികൾ ഇങ്ങനെ ആയിരിക്കും സ്കൂളിൽ പോവുക, അപ്പോൾ അതൊക്കെ നടന്നു കഴിഞ്ഞാൽ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ സ്നെയിൽ വെച്ചാൽ അച്ചിൾ എന്നൊക്കെ പറയും. അപ്പം ഈ ഒച്ചിനെ പോലെ മെല്ലെ അനങ്ങിക്കൊണ്ട് ഞാൻ സ്കൂളിൽ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആയിരിക്കും കുട്ടികൾ പോകുന്നത്. അപ്പം അങ്ങനെ പോകുന്നതാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജ് ഇൻഫൻറ്റ്, സെക്കൻഡ് സ്റ്റേജ് സ്കൂൾ ബോയ്. അപ്പം നമ്മളിപ്പോൾ 2 സ്റ്റേജ് പറഞ്ഞു. ആൻഡ് ദെൻ ദ ലവർ sighing like furnace with woeful ballad made to his mistress eyebrow. അപ്പോൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ലവറിനെ കുറിച്ചിട്ടാണ്. ഓക്കെ,
ലവർ പറയുമ്പം അയാൾ ഭയങ്കര എന്തായിരിക്കും, ഭയങ്കര ഇമോഷണൽ ആയിരിക്കും. അതുമാത്രമല്ല ചില അവർക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ശ്വാസം വിട്ടുകൊണ്ടും അങ്ങനെയൊക്കെ ആയിരിക്കും നമ്മൾ ലവർ ഉണ്ടാവുക. അപ്പോൾ ലവർ കൂടുതൽ എന്തായിരിക്കും, ലവ് സോങ്സ് ഒക്കെ എഴുതും. എന്തിനെ കുറിച്ചുള്ള ലവ് സോങ്സ്, അവരെ സ്വന്തം ലവറിനെ കുറിച്ചിട്ടുള്ള ലവ് സോങ്സ്, അവളെ കണ്ണ് എങ്ങനെയാണ്, അവളെ ഐബ്രോ എങ്ങനെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. ഇവിടെ മിസ്ട്രസ് എന്ന് ഉദ്ദേശിക്കുന്ന ലവറിനെയാണ്. വോഫുൽ ബലാഡ് എന്ന് വെച്ചാൽ ലവ് സോങ് ആണ്. ഓക്കെ, അപ്പം അതാണ് നമ്മൾ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ദെൻ എ സോൾജർ ഫുൾ ഓഫ് സ്ട്രേഞ്ച് ഓട്സ് ബിയർഡഡ് ലൈക്ക് എ പാർട്ട് ജെലസ് ഇൻ ഹോണർ സഡൻ ആൻഡ് ക്യുക്ക് ഇൻ ക്വാറൽ സീക്ക് ഇൻ ദ ബബിൾ റെപ്യൂട്ടേഷൻ ഈവൻ ഇൻ കാനോൺസ് മൗത്ത്. അപ്പോൾ അടുത്ത് പറയുന്നത് ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു സോൾജറാണ്. ഓക്കെ, അയാൾ എന്ത് ചെയ്തു, നമ്മൾ അൺയൂഷ്വൽ ആയിട്ടുള്ള, അതായത് ഒരു എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ട്, ഒരു ഓത്തുകൾ എന്തൊക്കെയോ പറയുന്നുണ്ട്. അയാൾക്ക് ഭയങ്കര ഈ പദവി കിട്ടുക അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഭയങ്കര പ്രൗഡായി നിൽക്കുന്ന ആളാണ്. അതുമാത്രമല്ല അയാൾ എപ്പോഴാണെങ്കിലും ആൾക്കാരോട് തല്ലുണ്ടാക്കാനോ ഫൈറ്റ് ഉണ്ടാക്കാനും കൂടാനും എല്ലാത്തിനും റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. അയാളെ ലൈഫ് അല്ലെ, നമ്മൾ സോൾജറിനെ നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ, സോൾജർ നമുക്കറിയാം ആർമിയൊക്കെ ആണ് അല്ലെ, മിലിറ്ററിയൊക്കെ ആണ്. അപ്പോൾ സോൾജർ നമ്മൾ ചിന്തിച്ചോട് നോക്കിയാൽ അവരവരുടെ ലൈഫ് അവരെ കൺട്രിക്ക് വേണ്ടിയിട്ടൊക്കെ റിസ്ക് ചെയ്യും അല്ലേ. അപ്പം സോൾജർ എന്ന് പറയുമ്പം അവർ റിസ്ക് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്, ഒരു ഫെയിം കിട്ടാൻ വേണ്ടി. ആൾക്കാർക്ക് ഭയങ്കര റെസ്പെക്റ്റും എല്ലാവരും ഭയങ്കര കാര്യങ്ങളായിരിക്കും സോൾജറിനോട് അല്ലേ. അപ്പം നമ്മളൊക്കെ ഇപ്പം ആർമീൻ്റെയൊക്കെ ഫിലിമൊക്കെ കണ്ട് നമ്മൾ കരയും അല്ലേ, നമുക്ക് അത്രയും റെസ്പെക്റ്റാണ് അവരോട്. അപ്പോൾ ആ റെസ്പെക്റ്റിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു, അവരവരുടെ ലൈഫ് റിസ്ക് ചെയ്യും. അപ്പം ഈ റെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ റെസ്പെക്റ്റൊക്കെ കിട്ടുന്നത് തന്നെ ഒരു ബബിളിനെ പോലെയാണ് അല്ലേ. അത് കുറേ കാലം നിൽക്കുന്നില്ല, അത് പെട്ടെന്ന് ഇങ്ങനെ പൊട്ടിപ്പോവും. നമ്മളിപ്പം ഒരു സോൾജർ ഇപ്പം മരിച്ചു, നമ്മൾ കുറേ കാലമൊന്നും അയാൾ ഓർമ്മിച്ച് നടക്കൂല. നമ്മൾ കുറച്ച് കാലം ഓർമ്മിക്കും, പിന്നെ നമ്മൾ ഒബ്വിയസ്ലി മറക്കും. നമ്മൾ മനുഷ്യരങ്ങനെയാണ്. അപ്പം അവരെന്ത് ചെയ്തു, ഡെത്തിൻ്റെ മുമ്പിലും അവർക്ക് അവരുടെ ഫെയിം വലുതാക്കണം അല്ലേ. ഫെയിം എന്ന് പറയുമ്പം ഇപ്പോഴുണ്ടായിരിക്കും ഫെയിം, പക്ഷേ ഇച്ചിരി മരിച്ചു കഴിഞ്ഞാൽ അതങ്ങ് ഓട്ടോമാറ്റിക്കലി പോകും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡെത്തിൻ്റെ മുമ്പിൽ വേണം, മരിച്ചാലും കുഴപ്പമില്ല, എനിക്ക് വലിയ ഫേമസ് ആയാൽ മതി എന്ന രീതിയിലാണ് ഇവർ പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് ജസ്റ്റിസാണ്. ഓക്കെ, അടുത്ത ജസ്റ്റിസാണ്. അപ്പം നമ്മുടെ ജസ്റ്റിസ് എന്ന് പറയുന്നത് കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള വലിയൊരാളാണ്. ഓക്കെ, അയാളെന്ന് പറയുന്നത് and then the justice in a fair round belly with a good cap on lid, with eyes served and beard of formal cut, full of wise sauce and modern instance and so he plays his part. അപ്പം ഈ ജസ്റ്റിസ് എന്ന് പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി മെച്യൂർഡ് ആയിട്ടുള്ള ആളാണ് അല്ലേ. മെച്യൂർഡ് എന്ന് പറയുമ്പോൾ കുറച്ചും ബുദ്ധി വിവരമൊക്കെ ഉള്ള ആളാണ് അല്ലേ. അയാൾ ഒരു ജഡ്ജിനെ പോലെ ആയിരിക്കും എന്നുവെച്ചാൽ അത്രയും മെച്യൂർഡായി കാര്യങ്ങളൊക്കെ നല്ല സെൻസോടെ ഏറ്റുപറയുക, അതിനേക്കാളും ആൾക്കാരോട് സംസാരിക്കുക, അതൊക്കെ പോലത്തെ ആൾക്കാർ. അപ്പോൾ അയാളെ കാണാൻ അങ്ങനെ എന്തായിരിക്കും, അയാൾക്ക് വലിയ റൗണ്ട് ബെല്ലിയായിരിക്കും അല്ലേ. റൗണ്ട് ബെല്ലി വെച്ചാൽ നല്ല കുടവയറൊക്കെ ഉള്ള ഒരാളായിരിക്കും. വിഷ് മീൻസ് അയാൾ നല്ലോണം ഫുഡൊക്കെ കഴിക്കും, ലൈക്ക് ഗുഡ് ക്യാപ്പ് ഓൺ ലിഡ് അല്ലേ. എന്താ വെച്ചാൽ ചിക്കനൊക്കെ അല്ലേ, നല്ല ചിക്കനും അതൊക്കെ കഴിച്ചിട്ട്, അത് മാത്രമല്ല അയാൾ എങ്ങനെയാണ് കാണാൻ, ഐസ് സെർവ് അല്ലേ. ഐസ് വെച്ചാൽ ഭയങ്കര സീരിയസ് ആയിട്ട്, അത് മാത്രമല്ല ബിയേർഡ് ഓഫ് ഫോർമൽ കട്ട്, ബിയേർഡൊക്കെ അല്ല നമ്മളെ താടിയൊക്കെ നല്ല വൃത്തിക്ക് കട്ട് ചെയ്തിട്ട്, അതുമാത്രമല്ല സ്പീക്ക് അയാൾ ഭയങ്കര നല്ല നല്ല കാര്യങ്ങളും ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളും നല്ല വിസ്റ്റമൊക്കെ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കും. ആൻഡ് അയാൾ ഭയങ്കര റെസ്പോൺസിബിൾ ആയിട്ടുള്ള അല്ലേ, ഒരു സൊസൈറ്റിയിൽ ഏറ്റവും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നമ്മളെ ഫാദറിനെയൊക്കെ കണ്ടാൽ അങ്ങനെ ആയിരിക്കുമല്ലോ ഉണ്ടാവുക, ലൈക്ക് അവരവർ ബുദ്ധിയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു, അയാളെ കാണാനാണെങ്കിലും വേറൊക്കെ ഇച്ചിരി പൊന്തി. അപ്പം അതുപോലെയാണ് നമ്മൾ ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, അതിനുശേഷം വരുന്നതാണ് ഓൾഡ് മാൻ. ഓക്കെ, ഓൾഡ് മാൻ എന്ന് പറയുന്നത് 6th സ്റ്റേജാണ്. നമ്മളിപ്പോൾ കുറേ സ്റ്റേജ് പറഞ്ഞു, 6th സ്റ്റേജാണ് ഓൾഡ് മാൻ. ഇൻ the 6th stage shifts into learn and slippered pantalon with spectacles on nose and pouch on side. His youthful horse well saved, a world too wide for his strong shank, and his big manly voice turning again towards childish treble pipes and whistles in his sound.
അപ്പം 6th സ്റ്റേജ് എന്ന് പറയുമ്പം ഓൾഡ് മാൻ സ്റ്റേജാണ്. ഓക്കെ, അപ്പം ഈ ഓൾഡ് ആകുമ്പോൾ ഒബ്വിയസ്ലി നമ്മൾ എന്തായിരിക്കും, ഭയങ്കര തിന്നായിരിക്കും, നമ്മൾ മെലിഞ്ഞുകൊണ്ട് പോകും, അത് നല്ല ഭയങ്കര വീക്കായിരിക്കും. അപ്പം നമ്മൾ വയസ്സന്മാരിൽ കണ്ടാൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുക, അവർ എന്താ കുറച്ചും കൂടി ലൂസായിട്ടുള്ള ഡ്രസ്സായിരിക്കും ഇട്ടിട്ടുണ്ടാവുക. അതുമാത്രമല്ല സ്ലിപ്പറായിരിക്കും ഇട്ടിട്ടുണ്ടാവില്ല. അതുപോലെ കണ്ണാടി ഉണ്ടാവും അവരുടെ കണ്ണിൽ. അതുമാത്രമല്ല ഒരു സ്മോൾ പൗച്ചൊക്കെ ഉണ്ടാവും, ചെറിയ സാധനങ്ങളൊക്കെ ക്യാരി ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ. എന്ന് വെച്ചാൽ അവർക്ക് എന്താ ഒരു സമയത്ത് ഭയങ്കര ടൈറ്റായിട്ടുള്ള ഡ്രസ്സൊന്നും ഇടാൻ പറ്റില്ല, അവർക്ക് ലൂസായിട്ടുള്ള ഡ്രസ്സ് ഇടണം, ബിക്കോസ് അവരിപ്പോൾ വീക്കാണ്. അത് മാത്രമല്ല അവരെ ലെഗ് അല്ല കാലുകളൊക്കെ ഇപ്പോൾ ഭയങ്കര തിന്നാണ്, അല്ലേ, മെലിഞ്ഞിട്ട്. അത് മാത്രമല്ല വോയിസ് എങ്ങനെയാണ്, ഹൈ പിച്ച്ഡ് ആണ്, പക്ഷെ അത് ഷേക്കിയാണ്. എന്താ നല്ല നല്ല കട്ടി കൂടിയ വോയിസ് ആയിരിക്കും, പക്ഷെ എന്തായിരിക്കും ഇങ്ങനെ എന്താ ഷേക്ക് ചെയ്യുന്നുണ്ടാവും അവർ സംസാരിക്കുമ്പോൾ, ലൈക്ക് കുട്ടികൾ സംസാരിക്കുന്ന പോലെ. അപ്പം അതാണ് നമ്മളെ 6th സ്റ്റേജ് എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ലാസ്റ്റത്തെ സ്റ്റേജ്, അപ്പോൾ ലാസ്റ്റത്തെ സ്റ്റേജ് പറയുന്നത് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആൻഡ് ഡെത്ത് ആണ്. ഓക്കെ, അപ്പം ലാസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് എൻഡ്സ് ദിസ് സ്ട്രേഞ്ച് ഇവൻറ്റ് ഫുൾ ഹിസ്റ്ററി ഈസ് ചൈൽഡ്നെസ് ആൻഡ് മേഡ് ഒബ്ലീവിയൻ സാൻസ് ടീത്ത്, സാൻസ് ഐസ്, സാൻസ് ടേസ്റ്റ്, സാൻസ് എവറിത്തിങ്, അല്ലേ. അപ്പോൾ ഫൈനലായിട്ടുള്ള സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പം നമ്മൾ രണ്ടാമത് കുട്ടികളെ പോലെ ആവും. നമ്മൾ വയസ്സാകുമ്പോൾ നമ്മൾ എന്താ കുട്ടികളെ പോലെ അമ്മ ടേക്ക് കെയർ ചെയ്യുന്ന, ഇപ്പം നമ്മളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുത്തശ്ശി അവരൊക്കെ മരിക്കാൻ നേരത്ത് എന്താ അവരൊക്കെ ആരെങ്കിലും കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കണം. അവർക്ക് എല്ലാത്തിനും മറവിയായിരിക്കും. അപ്പോൾ എന്താ രണ്ടാമത്തെ കുട്ടിക്കാലത്തിലേക്ക് അവർ പോവാണ്. അവർക്കെല്ലാം പല്ലുണ്ടാവില്ല, നേരെ കണ്ണ് കാണൂല. സാൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് നോ എന്നാണ് കേട്ടോ. അപ്പം ഒന്നിനും ടേസ്റ്റ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അത് മീൻസ് നമ്മൾ ഡെത്തിലോട്ട് എന്താ ഒന്നും കാണാത്ത ഒരു ഇതിലേക്ക് തിരിച്ചു പോവുകയാണ്. ഓക്കെ, അപ്പം എന്താ നമ്മൾ ഇത് ചാപ്റ്ററിൽ ഈ പോയത്തിൽ പറഞ്ഞേക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ലൈഫിനെ കുറിച്ചിട്ടാണ്, അല്ലേ. ലൈഫ് എന്ന് പറയുന്നത് 7 സ്റ്റേജസ് ഉണ്ടെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ 7 സ്റ്റേജസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റേജ് പറയുന്നത് ഇൻഫാൻസിയാണ്, കുട്ടികൾക്കായിരിക്കും, അവർ ടേക്ക് കെയർ ചെയ്യണം. രണ്ടാമത്തേത് സ്കൂൾ ബോയ് ആണ്, സ്കൂളിലേക്ക് പോകാൻ എന്താ പോകുന്നില്ല എന്ന് പറഞ്ഞ് നല്ല സ്നെയിലിനെ പോലെ ഒച്ചിനെ പോലെ ഇങ്ങനെ അനങ്ങി നടക്കുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ലവറാണ്, അല്ലേ, എപ്പോഴും സാഡായിട്ടുള്ള പാട്ടുകളൊക്കെ ലവറിന് വേണ്ടിയിട്ട് എഴുതുന്നത്. പിന്നെ അത് സോൾജറാണ്, ഭയങ്കര ബ്രേവാണ്, പക്ഷേ എപ്പോഴും ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡിയാണ്. അത് മാത്രമല്ല എപ്പോഴും ഫെയിമിന് വേണ്ടിയിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള, അല്ലേ, ഫേമസ് ആവാൻ വേണ്ടിയിട്ട് ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യും. പിന്നെ 5th സ്റ്റേജ് എന്ന് പറയുന്നത് ജഡ്ജാണ്, അവർ കുറച്ചും കൂടി ബുദ്ധി വിവരമുള്ള ആൾക്കാരാണ്, വെൽഫെഡാണ്, റെസ്പെക്റ്റ്ഫുള്ളാണ്. അത് മാത്രമല്ല നമുക്ക് കുറേ ലൈഫിനെ കുറിച്ചിട്ടുള്ള അഡ്വൈസ് തരും, നമുക്ക് എന്താ ലൈഫ് ലെസൺസ് ഒക്കെ പറഞ്ഞു തരും, അല്ലേ. 6th സ്റ്റേജ് എന്ന് പറയുന്നത് ഓൾഡ് ഏജ് ആണ്, മാൻ എന്തായിരിക്കും വീക്കായിരിക്കും, എപ്പോഴും കണ്ണാടി ഇട്ടിട്ടുണ്ടാവും. പിന്നെ അവരുടെ വോയിസ് ഒക്കെ കുറച്ചും കൂടി സോഫ്റ്റ് ആവും, ഷൈക്കി ആയിരിക്കും, അല്ലേ. പിന്നെ 7th സ്റ്റേജ് എന്ന് പറയുന്നത് സെക്കൻഡ് ചൈൽഡ്ഹുഡ് ആണ്. സെക്കൻഡ് ചൈൽഡ്ഹുഡ് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ കുട്ടിക്കാലം, അല്ലേ. നമ്മൾ പിന്നെയും ആരെങ്കിലും നമ്മളെല്ലാത്തിനും നോക്കണം, നമുക്ക് എല്ലാ സെൻസും കാണാനും തിന്നാനും വായിക്കാനും എല്ലാ സെൻസും പോയി നമ്മൾ പിന്നെ മരണത്തിലോട്ട് പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പോയത്തിൽ പറയുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. താങ്ക്